നമ്മളിതാ മഴക്കാലവുമായി ബന്ധപ്പെട്ട് മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഴയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ മുമ്പുള്ള ഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. കാലാവസ്ഥയെക്കുറിച്ച് പഠനം അറിയപ്പെടുന്നത് മെറ്ററോളജി. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണെന്ത്? അനിമോമീറ്റർ. കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലക്കിടി. വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. അടുത്ത ചോദ്യം, കേരളത്തിലെ കാലാവസ്ഥ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥാ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടം. കാലാവസ്ഥ എന്ന അർത്ഥം വരുന്ന മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി. കേരളത്തിലെ മഴനീൽ പ്രദേശം ഏതാണ്? ചിന്നാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാർ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡം, മേഘാലയ. മേഘാലയയിലെ മൗസിൻഡം എന്ന് പറയുന്ന പ്രദേശമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. അടുത്ത ചോദ്യം, കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തുലാം വർഷം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ലേ. ലഡാക്കിലെ ലേ എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. എറണാകുളം ജില്ലയിലെ നേര്യമംഗലം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ മാത്രമാണ് ഈ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ചാനലുകൾ നമ്മൾ സ്ക്രോൾ ചെയ്തു പോകുന്നു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളായിക്കോട്ടെ, അത് എങ്ങനെ എളുപ്പത്തിൽ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്തോളൂ, നിങ്ങളത് ഷെയർ ചെയ്തോളൂ. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് മോശമല്ല എന്ന് തോന്നില്ല. ജീവിതത്തിൽ ഒരു ഉപകാരമുള്ള ഒരു ചാനൽ തന്നെയായിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. ഇടുക്കിയിലെ ചിന്നാർ. അടുത്ത, ചേസിങ് ദ മൺസൂൺ എന്ന കൃതിയുടെ രചയിതാവ് അലക്സാണ്ടർ ഫ്രേറ്റർ. ഇതൊക്കെ PSCക്ക് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. അലക്സാണ്ടർ ഫ്രേറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് എന്ത്? കോഴിക്കോട്. ഏതാണ്? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നതോ? തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ കോഴിക്കോട്, ഏറ്റവും കുറവ് ലഭിക്കുന്ന ജില്ലയാണെന്ത്? തിരുവനന്തപുരം. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത്. മൺസൂണിന് മുമ്പായുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. എന്താണ്? മാംഗോ ഷവർ അല്ലെ? മാംഗോ ഷവർ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആദ്യമെത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആദ്യമെത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം. അതും PSCക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? ഇത് ഇമ്പോർട്ടൻസ്, സ്ഥിരമായിട്ട് PSCക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? മിസോസ്ഫിയർ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ മഴയെ പറയുന്ന പേര്. പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ മഴയെ പറയുന്ന പേര് കാൽ വൈശാഖി. കാൽ വൈശാഖി. എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്ന മഹാസമുദ്രം ഏതാണ്? എൽനിനോ ലാനിനോ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്ന മഹാസമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്തസമുദ്രം എന്ന് പറയും. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾ ഏതെല്ലാമാണ്? അല്ലെ, ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണ്? CO2, നൈട്രസ് ഓക്സൈഡ്, മീഥൈൽ. ഇതാണ് ആഗോളതാപനത്തിന്, ആഗോളതാപന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം, അല്ലെ, ചൂട് കൂടുക കാര്യങ്ങളൊക്കെ. അടുത്ത് നോക്കാം. 20 ചോദ്യം അവിടെ കഴിഞ്ഞ് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തിയാണ്. നിങ്ങൾക്കറിയും ഇത് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാ? സ്ഥലത്തിൻ്റെ പേരും
അതേപോലെ തന്നെ ജില്ലയും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, കൂടെ കൂടിക്കോളൂ, നമുക്ക് പൊളിക്കാം. ഓക്കെ, താങ്ക് യു.